അമേരിക്കയിലും ഇന്ത്യയിലുമായി നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഒർലാൻഡോയിലെ സൃഷ്ടി ഫൗണ്ടേഷനുമായി സഹകരിച്ചുകൊണ്ട് US വീക്ക്ലി റൗണ്ടപ്പിന്റെ അമേരിക്കൻ കിച്ചന്റെ ആഭിമുഖ്യത്തിൽ സിപ്പ് ആൻഡ് ഫ്രോസ്റ്റ് എന്ന കപ്പ് കേക്ക് ഫ്രോസ്റ്റിംഗ് സെഷൻ നടത്തപ്പെട്ടു. ഗീതാ സേതുമാധവൻ, ജിസി ബൈജു, ലത അഹമ്മദ് എന്നിവർ നേതൃത്വം നൽകുന്ന സൃഷ്ടി ഫൗണ്ടേഷന്റെ ഈ പരിപാടിയിൽ ഒർലാൻഡോയിലെ 25ഓളം വനിതകൾ പങ്കെടുത്തു. സിപ്പ് ആൻഡ് ഫ്രോസ്റ്റ് സെഷന് അമേരിക്കൻ കിച്ചനു വേണ്ടി ഒർലാൻഡോയിൽ നിന്നും വിഭവങ്ങൾ തയ്യാറാക്കുന്ന കവിത തെക്കന്മാർ നേതൃത്വം നൽകി. 4 വ്യത്യസ്ത ഡിസൈനുകളിലായി 120ഓളം കപ്പ് കേക്കുകൾ പരിപാടിയുടെ ഭാഗമായി തയ്യാറാക്കി. കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ക്യാമറമാൻ സുരേഷ് തെക്കന്മാരിനോടൊപ്പം കവിത തെക്കന്മാർ. നമസ്കാരം. ഏഷ്യാനെറ്റ് US വീക്ക്ലി റൗണ്ടപ്പിൻ്റെ കമ്മ്യൂണിറ്റി സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കവിത മമ്മായിൽ തെക്കന്മാർ. ഫ്ലോറിഡയിലുള്ള ഒർലാൻഡോ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന സൃഷ്ടി ഫൗണ്ടേഷൻ എന്ന ചാരിറ്റി ഓർഗനൈസേഷൻ്റെ ഒരു ഫണ്ട് റേസിംഗ് ഇവൻറ്റിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇതിൻ്റെ ഫൗണ്ടേഴ്സായ ലത അഹമ്മദ്, JC ബൈജു, ഗീത സേതുമാധവൻ ഇവർ നമ്മളോടൊപ്പമുണ്ട്. സൃഷ്ടി ഫൗണ്ടേഷനെ പറ്റിയും ഇന്നത്തെ ഇവൻറ്റിനെ പറ്റിയും കൂടുതൽ സംസാരിക്കാനായി നമുക്കവരെ സ്വാഗതം ചെയ്യാം. എന്താണ് സൃഷ്ടി ഫൗണ്ടേഷനെ പറ്റി കൂടുതലായി പറയാനുള്ളത്? താങ്ക് യു കവിത. സൃഷ്ടി ഫൗണ്ടേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ 3 സ്ത്രീകളുടെ വിഷനായിട്ട് ഉത്ഭവിച്ച ഒരു സംരംഭമാണ്. കഴിഞ്ഞ 9 വർഷമായി സെൻട്രൽ ഫ്ലോറിഡയിൽ പ്രവർത്തിക്കുന്നു ഞങ്ങൾ. ഞാൻ ലത അഹമ്മദ്, എൻ്റെ പാർട്ട്നേഴ്സ് ഗീത സേതുമാധവൻ ആൻഡ് JC ബൈജു. കലയോടും ഭാരതത്തിൻ്റെ കലാ ഫോംസിനോടൊക്കെയുള്ള ഒരുപാടുള്ളൊരു അഭിനിവേശം കാരണം തുടങ്ങിയതാണ്. നമ്മളുടെ ഇവിടെയുള്ള ലോക്കൽ യങ്സ്റ്റേഴ്സ്, യൂത്തിനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു എൻകറേജ്മെൻറ്റ് കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഞങ്ങൾ 3 സ്ത്രീകൾ എളിയതായി തുടങ്ങിയതാണ് സൃഷ്ടി ഫൗണ്ടേഷൻ. Thank you, Kavita, and thank you, Lata, for talking about Srishti Foundation. With a lot of pride, we are all standing here today. ഞങ്ങളുടെ charities have been in the US and India. ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ കേരള ആർട്ടിസ്റ്റ് ഫ്രെറ്റേണിറ്റിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ കർണാട്ടിക് മ്യൂസിക് ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ആക്സസ് ബ്രെയിൽ എന്ന് പറഞ്ഞൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് നമ്മൾ റസൽ ഹോം എന്ന് പറഞ്ഞ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഉണ്ട് ഇവിടെ, വിച്ച് ഇസ് ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ. അപ്പോൾ അവർക്കായിട്ടാണ് ഈ ഒരു ഫണ്ട് റേസർ നമ്മൾ നടത്തുന്നത്. And it's going to be a beautiful afternoon, and thank you Kavita for volunteering your time and your expertise. Thank you for the opportunity. I'm very excited about this session for many reasons. One being it's for a good cause, and another reason is even though I've done many shows, I have not done a cupcake frosting session. So thanks to Srishti for this wonderful opportunity. You guys, I'm sure, I promise it's going to be a fun session. You'll be going home today with a sweet talent and 4 beautifully decorated cupcakes. Thanks to my daughters, Aishwarya and Anga. They are here to help me as well as you guys. So we are going to start with grass. I'll pass 1 cupcake and a plate and few napkins, everything for everyone. And I'll give a piping bag like this with buttercream for 1 for each taker. So first one, grass. So I have the buttercream and everything in a piping bag. I'm going to show you later how to fill this and how to use these things. Right now I'm going to use this grass. This is called grass tip. Okay, so you pick the cupcake. This needs to stand like straight, no slanting, no sideways, nothing. And as soon as it comes out, like pull it up and stop the pressure. Okay, so we are going to start from outside and then go inside. So this is how it goes. So give a slight pressure, leave it. Okay, it will be better if you keep it on the table. So slight pressure, pull it,
See the grass? Right? And this same tip can be used to make thread or spaghetti. You might have seen on cakes like spaghettis or thread or something like that. Any of those, use this grass tip. So slight pressure, do not squeeze the whole thing out, like slight pressure, yeah, come out and stop immediately. Pull it and stop immediately. Good job. I'm going to use this tip, which is called a leaf tip. You can make leaves as well as certain kind of petals. So for sunflower, we use a leaf tip. Okay. So again, we start from the edge, go around, add one more layer, and then I'll show you how to do the middle part. Okay. Again, not too much pressure. So it will look like this. Okay. Squeeze it, pull it. When you pull it, no pressure. Okay. It's your choice and your imagination. Now we'll see. Yes. Make sure you mix and match for that look. There will be something like this. Yes. So we can have, we can put all the cakes here with the plate, and we take a picture of everyone together. Then we give you this tiny little box to take your cupcakes home. All right. Hi Ganesh, how was the session? It was really nice. I enjoy doing all the decorations. They're very unique designs, and I definitely plan on using it. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഈ ഫ്രോസ്റ്റിങ്, ഐസിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇലിമിനേറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ. പക്ഷേ എനിക്കിതിൻ്റെ ടെക്നിക്ക് ഒന്നും അറിയില്ല. ബട്ട് കവിത അതെല്ലാം നല്ല ഈസി ആക്കി ചെയ്ത് കാണിച്ചു തന്നു. താങ്ക് യു സോ മച്ച് ഫ്രം ദ ബോട്ടം ഓഫ് അവർ ഹാർട്ട്സ്. 25ഓളം ആളുകൾ ചേർന്ന് 100ഓളം കപ്പ് കേക്കുകളിൽ 4 ഡിഫറെൻറ്റ് ഡിസൈൻസാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അത് പഠിപ്പിക്കാനായി എനിക്ക് കിട്ടിയ ഈ ഓപ്പർച്യൂണിറ്റിക്ക് സൃഷ്ടി ഫൗണ്ടേഷനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു.